ഹലോ എവരിവൺ, അങ്ങനെ ലാസ്റ്റ് ഡേ ഇൻ വിയന്ന എത്തിയിരിക്കുന്നു. ഞങ്ങൾ ആദ്യം തന്നെ നാഷണൽ മാർക്കറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതിനുശേഷം ആലോചിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഇനി കാണാൻ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അതും ഒക്കെ കാണാനേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് കണ്ടു. കാരണം ഒരു ക്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ അകത്ത് കയറിയില്ല, പക്ഷേ പുറത്തു നിന്ന് കാണാൻ തന്നെ അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചറൊക്കെ നല്ല ഭംഗിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഈ പാലസിലേക്ക് പോയി. ഈ പാലസിൻ്റെ വ്യൂ നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പാലസിനകത്ത് മൊത്തം ഷോപ്സാണ്. ഞങ്ങൾ കുറച്ചും കൂടി ട്രഡീഷണൽ, അതുപോലെ കുറേ പെയിൻറ്റിങ്സ് ഉള്ള ഒരു പാലസാണ് ഇമാജിൻ ചെയ്തിരുന്നത്. പക്ഷേ അകത്ത് ഇമേജസിലൊക്കെ അങ്ങനെയാണ് കാണിച്ചിരുന്നത്. പക്ഷേ അകത്ത് കയറിയപ്പോൾ ഇപ്പോൾ ഫുൾ ഷോപ്സാണ്. പിന്നെ എനിക്ക് ഈ ഷോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, സെറാമിക്സിൻ്റെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു പാലസിലേക്ക് പോയി. അവിടെ ഇങ്ങനെ കുറേ സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതും ഇപ്പോൾ ഭയങ്കര മോഡേൺ ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് കൂടുതൽ ഈ മോഡേണിനേക്കാളും 2 ദിവസം മുന്നേ പോയ പോലത്തെ കുറേ ആർട്സൊക്കെ ഉള്ള അങ്ങനത്തെ മ്യൂസിയംസിൽ പോകാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞങ്ങൾ നല്ല ഫേമസ് ഒരു ഫുഡൊക്കെ കഴിച്ചു. ഇവിടുത്തെ ഈ ട്രാഫിക് സിഗ്നൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിനുശേഷം രാത്രിയായപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഭയങ്കര തണുപ്പാണ്, അപ്പോൾ എന്തെങ്കിലും വാമായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഡ്രിങ്ക് കുടിച്ചു. പക്ഷേ ഇത് കഴിക്കുമ്പോൾ മന്നയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ പറയുക, അപ്പം നമ്മൾ ഈ വൈനിനകത്തൊക്കെ കുറേ ഫ്രൂട്ട്സ് ബെറീസൊക്കെ ഇട്ട് വെച്ചിട്ട്, പക്ഷേ അത് വാമും കൂടെ ആയിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ നല്ലൊരു ഫ്ലേവറൊക്കെയാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ചിമ്നി കേക്ക് ട്രൈ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ആ ഡ്രിങ്കൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ചിമ്നി കേക്ക് വാങ്ങി. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഭയങ്കര ചൂടോടെ അപ്പം എടുത്തത് നല്ല സോഫ്റ്റും ആയിരുന്നു. പിന്നെ പുള്ളി അത് കുക്ക് ചെയ്ത് തരുന്നത് കാണാൻ നല്ല രസമില്ലേ. അപ്പം അതിനുശേഷം ഞങ്ങൾ എയർപോർട്ടിലേക്ക് പിറ്റേ ദിവസം, അന്നത്തെ ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം എയർപോർട്ടിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ബൈ.